നഗരസഭയ്ക്കുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭ LDF കൗൺസിലർമാർ 14 രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ എന്നിവർ അറിയിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇന്ന് ഒരു അടിയന്തര യോഗം വിളിക്കാനൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 25-26 വർഷത്തെ നമ്മളുടെ ബഡ്ജറ്റ് വിഹിതം 8,16,84,000 രൂപയായിരുന്നു. അതിൽ SC വിഹിതം 3,83,75,000 രൂപ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് DPC അംഗീകാരം നേടിയിരിക്കണ ഈ ഒരു സമയത്ത് പുതിയ സംസ്ഥാന സർക്കാർ വന്നിട്ട് ഈ പ്ലാൻ ജനറൽ ഫണ്ട് 5,73,33,000, SC ഫണ്ട് 57,56,000 രൂപയും വെട്ടിക്കുറച്ചു. ഈ 8.5 കോടി രൂപയിൽ നിന്ന് ഏകദേശം 2.5 കോടി രൂപയാണ് ഇനി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചത് എന്നുള്ള ഉത്തരവ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് എത്തുകയുണ്ടായി. ഓരോ വാർഡുകളിലും വിവിധ പ്രശ്നങ്ങളായി കൗൺസിലർമാർ ജനങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് റോഡിൻ്റെ കാര്യത്തിൽ, സ്ട്രീറ്റ് മെയിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം അഭിമുഖീകരിക്കുന്നത് ഓരോ വാർഡിലെയും കൗൺസിലർമാരാണ്. അവർക്കൊക്കെ ഇങ്ങനെ ഈ വെട്ടിക്കുറച്ച ഫണ്ടിനോട് വളരെ വിയോജിപ്പ്. അത് കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ഉള്ളിലുണ്ട്. പക്ഷേ ഇത് LDFൻ്റെ ഭരണസമിതിയാണ് എന്നുള്ളത് കൊണ്ട് അവരതിനെയെല്ലാം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നില ഇന്നത്തെ കൗൺസിൽ യോഗത്തിലുണ്ടായി. അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. കഴിഞ്ഞ 1 മാസമായി ഈ ഉത്തരവ് വന്നിട്ട്. അപ്പോൾ അതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭ ശക്തമായി, അത് കൂട്ടായി തന്നെ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് താലൂക്ക് ഓഫീസിൻ്റെ മുന്നിൽ ഒരു ദിവസത്തെ സത്യാഗ്രഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള ഈ ഒരു ഇകഴ്ത്തി കാണൽ, അല്ലെങ്കിൽ അവരെ അത്തരം രീതിയിൽ മനസ്സിലാക്കുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ സമരത്തിന് തന്നെയാണ് ഈ ഭരണസമിതി നേരിടാൻ പോകുന്നത്. 8.5 കോടി രൂപയിൽ നിന്നും 2.5 കോടി രൂപയാക്കി വിഹിതം വെട്ടിക്കുറച്ചതിനാൽ നഗരസഭയിലെ 42 ഡിവിഷനുകളിലും വികസനം നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയന്തര യോഗം ഇന്ന് ചേർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റ് വിഹിതം, ജനറൽ പ്ലാൻ വിഹിതം 8,16,00,000 രൂപയായിരുന്നു 2026 വരെ നമുക്ക് ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ SC വിഹിതം 3,83,00,000 രൂപയാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതി നടന്ന റിവൈസ്ഡ് ബഡ്ജറ്റിൽ പ്ലാൻ വിഹിതം വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ് ഏകദേശം 6 കോടി രൂപ കുറച്ച് 2,43,00,000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ SC വിഹിതം കുറച്ച് 57,56,000 രൂപ കുറച്ച് ഉള്ള സംഖ്യയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 കോടി രൂപ കഴിഞ്ഞ വർഷം വരെ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനത്തിന് വേണ്ടി പഞ്ചവത്സര പദ്ധതിയുടെ വിഹിതമായി നമുക്ക് ലഭിച്ചിരുന്ന സംഖ്യ UDFൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഈ വിഷയം അജണ്ടയിലെടുത്തപ്പോൾ UDFൻ്റെ കൗൺസിലർമാർ കഴിഞ്ഞ യോഗത്തിലും ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പം ഞങ്ങളുടെ കൗൺസിലറാണ്, UDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്കൊരു കത്ത് തന്നാൽ മതി എന്നാണ്. ഒരു കത്ത് തന്നാൽ ഞങ്ങളത് പരിഹരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഇത് അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ്. അപ്പം എല്ലാ ഡിവിഷനിലും അതോടൊപ്പം തന്നെ നഗരസഭയുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഈ സാമ്പത്തിക കുറച്ചതിൻ്റെ ഭാഗമായി നിലവിലുള്ള വികസന പദ്ധതികളൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
UDF അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കും എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന ബഹുഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന UDFന്റെ ഗവൺമെൻറ്, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇത്തൻ്റെ ഇതിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ശരിയായ രീതിയിലുള്ള നിലപാടല്ല. അത് തിരുത്താനും നിലവിൽ കെട്ടിക്കൊണ്ടിരുന്ന ഈ പദ്ധതി വിഹിതം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും ഈ ഗവൺമെൻറ്റിന് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ എല്ലാ കൗൺസിലർമാരും സഹകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതിന്റെ റെസൊല്യൂഷൻ എടുത്തിട്ടുള്ളത്. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BWOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.